Hi, Namaste, welcome back to my channel Vinteram. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും അതായത് 2 ദിവസങ്ങളായിട്ട് മാർക്കറ്റ് വലിയൊരു ട്രെൻഡ്, അതായത് നമുക്ക് ഒരു മാർക്കറ്റ് കയറുന്നുണ്ടെങ്കിലും എത്ര കയറുന്നുണ്ടോ മാർക്കറ്റ് അത് തിരിച്ച് ബാക്ക് അടിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇൻട്രാഡേക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് വലുതായിട്ട് വിട്ടു തരുന്നില്ല, എന്നാൽ പെട്ടെന്നൊരു ഡൗൺഫോൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് തരാത്തൊരു സാഹചര്യമാണ് നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമുക്ക് സ്കാൽപ്പിംഗ്, അതായത് നമുക്ക് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി ഏത് മാർക്കറ്റിലും ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് 1 മിനിറ്റ് ചാർട്ടിൻ്റെ 1 മിനിറ്റ് സ്കാൽപ്പിംഗ്. അത് മോർണിംഗ് സെക്ഷനിലും ക്ലോസിംഗ് സെക്ഷനിലും ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റ് പാങ്ങുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് സിഗ്നൽസ് വരികയും ചെയ്യും, നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകുകയും. അപ്പോൾ മോർണിംഗ് സെക്ഷനിൽ നോക്കുക, പിന്നെ ക്ലോസിംഗ് സെക്ഷനിൽ ഇപ്പോൾ ലാസ്റ്റ് വന്ന ആ സിഗ്നൽ പ്രകാരം അപ്രോക്സിമേറ്റ് 3 മണി കഴിഞ്ഞ് വന്ന ട്രേഡാണ്. ഇതിലിപ്പോൾ 2 ടാർഗറ്റ് അടിച്ച് 53 പോയിന്റ് കിട്ടി. ഇതിന് മുമ്പ് വന്ന സെല്ലും നമുക്ക് നല്ലൊരു ഡൗൺ ഇഷ്യൂ വന്നിട്ടുണ്ട്. സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് അടിച്ച് 2 പ്രാവശ്യം അടിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേയൊക്കെ സിഗ്നൽസ് വരും. അതിൽ ഈ സിഗ്നൽ മാത്രം നമുക്ക് ബൈയിലേക്ക് കയറും, അതല്ല നമുക്ക് ഏത് സിഗ്നലൊക്കെ നമുക്ക് അപ് ട്രെൻഡ് കയറും നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ സിഗ്നലിൻ്റെ കൺഫർമേഷനും ആ ബ്രേക്കൗട്ട് പോകുന്ന ലെവലും വെച്ചിട്ട് ആ റെസിസ്റ്റൻസ് സപ്പോർട്ടും വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തരാം. വർക്ക് ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. ഇതൊക്കെ ലൈവിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ലൈവിൽ ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ, അതായത് നമുക്ക് എങ്ങനെയാണ് സോഫ്റ്റ് വർക്ക് ചെയ്യുന്നത് ലൈവിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നെന്ന് പറഞ്ഞാൽ 30th ജനുവരിയാണ്. ഇന്നത്തെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ തന്നെ നമുക്കൊരു അപ് ട്രെൻഡും അതേപോലെ ഒരു ഡൗൺ ട്രെൻഡും നമുക്ക് രണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 നല്ല പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് എടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വന്ന് ഈ ബൈ ട്രെയിലിൽ നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ സിമ്പിളായിരുന്നു. ഇപ്പോൾ ഈ സിഗ്നൽ വന്ന അപ്പം തന്നെ കൺഫേം ആയി. കാരണം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിഗ്നലാണ്. ഈ ബൈ സിഗ്നൽ നമുക്ക് വരുന്ന സമയത്ത് ഏത് സമയത്താണ് വന്നത് അതിൻ്റെ എൻട്രി പോയിൻറ്റും ടാർഗറ്റും കൊടുക്കണം. അപ്പോൾ സിഗ്നൽ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്യാൻഡിലിൻ്റെ കളറാണ്. ഫസ്റ്റ് നമുക്ക് ഈ കളർ ചെക്ക് ചെയ്താൽ താഴത്തെ കൺഫർമേഷൻ ബാർ നമുക്ക് ഒരേപോലെ വരണം. ഇപ്പോൾ ഇവിടെ സിഗ്നൽ വന്ന സമയത്ത് താഴെ റെഡായിരുന്നു, അത് ഗ്രീനിലേക്ക് കൺവേർട്ടായി വന്നപ്പോൾ ഓൾറെഡി ഇവിടെ കണ്ടോ, ഇവിടുന്ന് ഇത്രയും കയറിയിട്ടാണ് കൺഫേം തന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു ഹൈക്കിലടിച്ച് കയറി കൺഫേം തന്ന സ്ഥിതിക്ക് അവിടെ ഒരു റിവേഴ്സൽ ചാൻസ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ച് കയറി അപ്പം തന്നെ നമുക്ക് ഗ്രീനായി, താഴെ ഗ്രീൻ വന്നു, നമുക്ക് അവിടുന്ന് കൺഫേം ആയി, അവിടുന്ന് തന്നെ അപ്പം തന്നെ കയറിപ്പോയി. ഇതിൽ 3ാമത്തെ ക്യാൻഡിൽ ധൈര്യമായിട്ട് എടുക്കാമായിരുന്നു. അവിടുന്ന് ഈ ക്യാൻഡിൽ റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ടും കട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എടുത്തിരുന്നെങ്കിൽ 205 എടുത്ത് നമുക്ക് ഇപ്പോൾ എക്സിറ്റ് അടിച്ചാലും നമുക്ക് ആക്ച്വലി 40 പോയിൻറ്റോളം എങ്ങനെ 40 പോയിൻറ്റോളം നമുക്ക് എങ്ങനെ വന്നാലും നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യാണ്, നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ഒക്കെയാണ്, നല്ല ബ്രേക്കൗട്ട് ആയിരിക്കും നമുക്ക് തരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിന് മുമ്പ് വന്ന സെല്ലും എങ്ങനെയായിരുന്നു. പക്ഷേ ഈ ഒരു സെല്ലും അങ്ങനെ ഇതൊരു ഹ്യൂജ് ഡൗൺഫോൾ അടിച്ചിട്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ അവിടെ നിൽക്കുമായിരുന്നു. പെട്ടെന്നൊരു ഡൗൺഫോൾ അടിച്ചിട്ട് പിന്നെ ആ റേഞ്ചിൽ തന്നെ നിൽക്കുമായിരുന്നു. അവിടുന്ന് പെട്ടെന്ന് റിവേഴ്സ് തന്നെ വന്നു. അപ്പോൾ ആ 2 സിഗ്നലും ഫേക്കായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് വന്ന സെല്ല് നോക്കി, ഈ സെല്ല് നമുക്ക് കുറേ നേരം കൺഫേം ഇല്ല നിന്നിട്ട് പിന്നെയാണ് സപ്പോർട്ട്. ഇപ്പോൾ ഇവിടുന്ന് സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും ഇവിടം വരെ ഇറങ്ങി തിരിച്ച് ബാക്ക് അടിച്ചു, പിന്നെയും സപ്പോർട്ട് അടിച്ചു, പിന്നെയും അതടിച്ച് താട്ടിറങ്ങി. അപ്പം 3 പ്രാവശ്യം അത് അടിച്ചടിച്ച് താട്ടിറങ്ങി. അപ്പോൾ ഇവിടെ നല്ലൊരു റിട്ടേൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെൽ കണ്ടിന്യൂവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ബാക്ക് ട്രേഡ് പോയി കഴിഞ്ഞാലും പിന്നെ തിരിച്ചിറങ്ങുന്ന സാഹചര്യത്തിൽ അവിടെ കണ്ണും പൂട്ടി ഇവിടെ എടുക്കാം. അപ്പോൾ ഇത് ഇവിടുന്ന് സപ്പോർട്ട് അടിച്ച് പിന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കുറച്ച് നേരം തന്നെ മാർക്കറ്റ് ഡൗണിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. അപ്പം ഒരു ട്രേഡ് മിസ്സായപ്പോൾ ഈ ട്രേഡ് മിസ്സായപ്പോൾ നെക്സ്റ്റ് ഈ പകുതി കയറി പിടിക്കുക, തിരിച്ച് മാർക്കറ്റ് കുറച്ച് കയറിയിട്ട് പിന്നെ പിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് 2ാമത്തെ ട്രേഡ് എടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ബൈ ഓൾറെഡി 2 ടാർക്ക് അടിച്ചു. ഇതുവരെ നമുക്ക് കണ്ടില്ല എന്ന് വിചാരിക്കാം. മാർക്കറ്റ് ഇതുവരെ കണ്ടില്ല, ഇവിടെ നിന്ന് കുറച്ച് തിരിച്ചിറങ്ങാൻ നോക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ ചിലപ്പോൾ കുറച്ച് തിരിച്ചിറങ്ങിയിട്ട് കയറും. അപ്പോൾ ആ ട്രെൻഡ് ലൈൻ നോക്കുക. ട്രെൻഡ് ലൈൻ നോക്കുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റ് എത്രത്തോളം ഡൗൺ ആവുന്നോ അവിടുന്ന് പിന്നെ തിരിച്ച് സപ്പോർട്ട് അടിക്കുന്ന സാഹചര്യം നെക്സ്റ്റ് ട്രേഡ് പിടിക്കുക. അങ്ങനെയാണ് നമുക്ക് അടുത്ത ട്രേഡ് പിടിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് സപ്പോർട്ട് അടിച്ച് തിരിച്ച് കുറച്ചിറങ്ങി തിരിച്ച് കുറച്ച് കയറി. ഇപ്പോൾ ഇവിടെ കയറിയ സാഹചര്യത്തിൽ മാർക്കറ്റ് തിരിച്ച് കയറുമ്പോൾ ഇവിടെ ഒരു ബൈ അല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബൈ ആണെങ്കിൽ നമുക്ക് ആക്ച്വലി അവിടെ ഗ്രീൻ തന്നില്ല, ഗ്രീൻ തരാസ്ഥിതി തിരിച്ചിറങ്ങും. അപ്പോൾ പുൾ ബാക്ക് പിടിച്ചിട്ട്, അതായത് ബാക്ക് ട്രേഡ് പിടിച്ചിട്ട് 2ാമത്തെ ട്രേഡ് എടുക്കാം. അത് സപ്പോർട്ട് ലെവലും കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ട്രേഡ് എവിടെ നിന്നാണ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അഥവാ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് സോഫ്റ്റ് 2ാമത്തെ ട്രേഡ് നമുക്ക് പിന്നെയും സപ്പോർട്ട് അടിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഇങ്ങനെ റീ എൻട്രി തരികയും ചെയ്യും, ആ റീ എൻട്രി ലെവലിൽ പിടിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം സിഗ്നൽസ് നമുക്ക് പുതുതായിട്ട് തരുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും മുകളിലും താഴെ ഉണ്ടാവും. അപ്പോൾ ഈ സിഗ്നൽ കൺഫേം ആയിട്ട് ചെയ്യുക. കൺഫർമേഷൻ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ.
കൺഫർമേഷൻ പെട്ടെന്ന് വരുന്ന സിഗ്നലൊക്കെ ഒരുപാട് ആക്യുറേറ്റ് ആയിരിക്കും. കൺഫർമേഷൻ നമുക്ക് ആ 3 ലെവലും പിന്നെ ആ റെസിസ്റ്റൻസ് സപ്പോർട്ടിൻ്റെ ലെവലും കൂടെ നോക്കുക. അത് പെട്ടെന്ന് ബ്രേക്ക് ഔട്ടാണ് നല്ലതായിരിക്കും. കുറച്ച് ഡിലേ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ സിഗ്നലിന് കുറേ കൂടെ ഫേക്ക് ആകാനാണ് സാധ്യത. അപ്പോൾ എന്നാലും മാർക്കറ്റ് താഴ്ത്തിറങ്ങുന്ന സാഹചര്യം നമുക്ക് ആ സപ്പോർട്ട് ലെവൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവൽ നോക്കി നമുക്ക് പിടികിട്ടും നല്ല ബ്രേക്ക് ഔട്ടാണോ എന്ന്. ഓക്കെ, അപ്പം ഇതേപോലെ മോർണിംഗ് ലെവലിൽ നമുക്ക് ഇതേപോലെ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. മോർണിംഗ് ലെവലിൽ ഇന്ന് രാവിലെ സെല്ല് വന്നു, അത് കൺഫേം അല്ലായിരുന്നു. അത് കൺഫേം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അവിടെ ഓറഞ്ച് പെട്ടെന്ന് തന്നെ വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന ബൈ നമുക്ക് കുറച്ച് കയറി പിന്നെ തിരിച്ചിറങ്ങി പിന്നെ ഇവിടുന്ന് റെസിസ്റ്റൻസ് അടിച്ചടിച്ച് പിന്നെ കയറുമായിരുന്നു. നല്ലൊരു കയറ്റമായിരുന്നു അത്, നല്ലൊരു അപ് ട്രെൻഡാണ്. സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് തന്നെയാണ് കട്ട് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അവിടുന്ന് നല്ല രീതിക്ക് ബ്രേക്ക് ഔട്ട് പോയി പിന്നെയും 2-3 പ്രാവശ്യമൊക്കെ ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ നല്ലൊരു അപ് ട്രെൻഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എടുക്കുന്നവർക്ക് നമുക്ക് ഓൾ ഓപ്ഷൻ നമുക്ക് അവിടെ പിക്ക് ചെയ്യാൻ പറ്റും. അപ്രോക്സിമേറ്റ് 23,000 23,100 നമുക്ക് അവിടെ പിക്ക് ചെയ്യാം. അതിവിടെ നമുക്ക് വ്യൂവിൽ സിമ്പിൾസ് ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഏത് ഓപ്ഷനാണോ അതിനനുസരിച്ചുള്ള സ്ട്രൈക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. 23,000 ആണെങ്കിൽ 23,000 കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ അത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ റൈറ്റിലേക്ക് ചാർട്ട് ബിൻഡ് അതേപോലെ 1 മിനിറ്റ് എടുത്തിട്ട് ടെംപ്ലേറ്റിൽ നിന്ന് 8.1 ഓപ്ഷൻ കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ലാസ്റ്റ് വന്ന ബൈ നോക്കിയപ്പോൾ ലാസ്റ്റ് വന്ന ബൈയുടെ സിഗ്നൽ 3 മണിക്ക് ശേഷം വന്നത്. അതിൽ 218 എൻട്രി എടുക്കാൻ പറഞ്ഞ് 3 ടാർഗറ്റ് അടിച്ച് ഓൾമോസ്റ്റ് ഒരു 20-25 പോയിന്റോളം കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. ഈ സിഗ്നൽ വന്ന സമയത്ത് ഓൾറെഡി കൺഫേം ആയിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ നിന്ന് 218 ധൈര്യമായിട്ട് എടുക്കാമായിരുന്നു. അത് നമ്മൾ എക്സിറ്റ് ചെയ്ത സമയത്ത് 248 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 20-25 പോയിന്റ് എന്തായാലും ഷുവറായിട്ട് നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിന് മുമ്പ് വന്ന ട്രേഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ ബൈ നേരത്തെ വന്ന് ഇവിടുന്ന് കണ്ടു, ഇവിടെ പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 243 ഒറ്റ കയറ്റമായിരുന്നു. അത് 324 വരെ നമുക്ക് കയറിയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 80 പോയിൻറ്റ്സോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ധൈര്യമായിട്ട്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഏതൊക്കെ സിഗ്നൽ പിക്ക് ചെയ്യാമെന്ന് ലൈവായിട്ട് കാണുന്നതിന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.